Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. ഓട്ടോറിക്ഷ ഡ്രൈവർ ഇൻ മലപ്പുറം ജില്ലയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വിംഗ് എന്നാൽ അർത്ഥം വീശുക എന്നാണ് അർത്ഥം. സ്വിങ്സ് വീശുന്നു. മെഷറ്റി എന്നാൽ അർത്ഥം വടിവാൾ എന്നാണ് അർത്ഥം. ആഫ്റ്റർ ബസ് ഡ്രൈവർ ഹോൺ ടു ഓവർടേക്ക് ഇറ്റ്. ആഫ്റ്റർ ശേഷം, ഇതിന് ശേഷം ബസ് ഡ്രൈവർ ഹോൺ എന്നാൽ ഹോൺ മുഴക്കുക എന്നാണ് അർത്ഥം. ഹോൺ മുഴക്കി. ടു ഓവർടേക്ക് ഇറ്റ്, അതിനെ ആ ഓട്ടോറിക്ഷയെ മറികടക്കാൻ വേണ്ടി. മലപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ വടിവാൾ വീശുന്നു ബസ് ഡ്രൈവർക്ക് നേരെ. ബസ് ഡ്രൈവർ ഓട്ടോറിക്ഷയെ മറികടക്കാൻ വേണ്ടി ഹോണടിച്ച സമയത്ത്. ഇതാണ് തലക്കെട്ട്. സ്വിംഗ് എന്നാൽ വീശുക, മെഷറ്റി എന്നാൽ വടിവാൾ, ഹോൺ എന്നാൽ ഹോൺ മുഴക്കുക. മലപ്പുറം. ആഫ്റ്റർ എ ബസ് ഹോൺ, ഒരു ബസ് ഡ്രൈവർ ഹോൺ മുഴക്കിയതിനെ തുടർന്ന്. ടു ഇൻഡിക്കേറ്റ് എന്നാൽ സൂചിപ്പിക്കുക. എന്തിനാണ് ബസ് ഡ്രൈവർ ഹോൺ മുഴക്കിയത്? ടു ഇൻഡിക്കേറ്റ്, സൂചിപ്പിക്കാൻ വേണ്ടി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സൂചന നൽകാൻ വേണ്ടി. ടു ഗിവ് അപ്പ് സ്പേസ് ഇൻ ഓർഡർ ടു ഓവർടേക്ക് ഇറ്റ്. ടു ഗിവ് സ്പേസ്, സ്ഥലം നൽകാൻ വേണ്ടിയിട്ട്. ഇൻ ഓർഡർ ടു എന്നാൽ അതിനു വേണ്ടി എന്നുള്ള അർത്ഥമാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്നാണ് അർത്ഥം. ഇൻ ഓർഡർ ടു ഓവർടേക്ക് ഇറ്റ്, ആ ബസ് ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി. ഇൻ ഓർഡർ ടു ഓവർടേക്ക് ഇറ്റ്, അതിനെ ആ ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നൽകാൻ വേണ്ടിയിട്ട് ബസ് ഡ്രൈവർ ഹോൺ അടിച്ചു. ദ ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വിംഗ് എന്നതിൻ്റെ പാസ്റ്റാണ് സ്വിംഗ് എന്നാൽ വീശുക. വീശി. എ മെഷറ്റി, ഒരു വടിവാൾ. ഫ്രം ഇൻസൈഡ് ദ ത്രീ വീലർ എന്നാൽ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ നിന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ വടിവാൾ വീശി. ഡൂറിങ് ഇറ്റ്സ് ജേണി, അതിൻ്റെ യാത്രയ്ക്കിടയിൽ. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ, ആ ഓട്ടോറിക്ഷയുടെ യാത്ര ചെയ്യുന്നതിനിടെ, യാത്രയ്ക്കിടയിൽ. ഓൺ ദ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. ഫ്രം കോട്ടപ്പുറം ടു എയർപോർട്ട് ജംഗ്ഷൻ, കോട്ടപ്പുറത്ത് നിന്നും എയർപോർട്ട് ജംഗ്ഷനിലേക്കുള്ള യാത്ര. ആ യാത്രയ്ക്കിടയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അതിന് അകത്തു നിന്നും വടിവാൾ വീശിയത്. ദ ബസ് എംപ്ലോയീസ്, ബസ്സിലെ ജീവനക്കാർ. ഹാവ് ലോഡ്ജ്ഡ് എ കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് എന്നാൽ പരാതി നൽകുക. ഹാവ് ലോഡ്ജ്ഡ് എ കംപ്ലൈൻറ്റ്, ഒരു പരാതി നൽകിയിട്ടുണ്ട്. ബസ്സിലെ ജീവനക്കാർ ഒരു പരാതി നൽകിയിട്ടുണ്ട്. വിത്ത് ദ കൊണ്ടോട്ടി പോലീസിൽ. ഫോളോവിങ് ദ ഇൻസിഡൻറ്റ്, ഈ സംഭവത്തെക്കുറിച്ച്. ദാറ്റ് ടുക്ക് പ്ലേസ് അറ്റ് 6:30 AM ഓൺ ഫ്രൈഡേ, ഈ സംഭവം സംഭവിച്ചത് രാവിലെ 6:30 സമയത്താണ്, വെള്ളിയാഴ്ച ദിവസം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബസ്സിലെ ജീവനക്കാർ കൊണ്ടോട്ടി പോലീസിൽ ഒരു പരാതി നൽകി. ദേ സെഡ്, അവർ പറഞ്ഞു. ബസ്സിലെ ജോലിക്കാർ പറഞ്ഞു. ബസ് വാസ് ഗോയിങ് ഫ്രം കോഴിക്കോട് ടു മഞ്ചേരി, ബസ് കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്നു. എ വീഡിയോ ഓഫ് ദ സെയിം ഹാസ് സർഫേസ്ഡ് ഓൺ ദ ഇൻ്റർനെറ്റ്. സർഫസ് എന്നാൽ വെളിവാകുക എന്നുള്ള അർത്ഥമാണ്, കാണപ്പെടുക. ഇൻ്റർനെറ്റിൽ അതേ വീഡിയോ കാണപ്പെട്ടു. വെൻ ദ ബസ് സ്റ്റോപ്ഡ് അറ്റ് പുളിക്കലിൽ ബസ് നിർത്തിയപ്പോൾ. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ ബസ് സ്റ്റോപ്ഡ് അറ്റ് പുളിക്കലിൽ ബസ് നിർത്തിയപ്പോൾ. ടു വിമൻ, രണ്ടു സ്ത്രീകൾ. ഇൻക്ലൂഡിങ് എൻ എൽഡേർലി വുമൺ, ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം എന്നുള്ള അർത്ഥമാണ്. എൻ എൽഡേർലി വുമൺ, ഒരു പ്രായമായ സ്ത്രീ അടക്കം രണ്ടു സ്ത്രീകൾ. വേർ എബൌട്ട് ടു ഗെറ്റ് ഓഫ് എന്നാൽ അർത്ഥം ഇറങ്ങുക എന്നാണ് അർത്ഥം. വാഹനങ്ങളിൽ നിന്നും ഇറങ്ങുക, അതാണ് ഗെറ്റ് ഓഫ്. വേർ എബൌട്ട് ടു ഗെറ്റ് ഓഫ്, ഈ പറഞ്ഞ രണ്ട് സ്ത്രീകൾ ബസ്സിൽ നിന്നും ഇറങ്ങാനിരിക്കുകയായിരുന്നു. ദ എക്സൈറ്റഡ് ദ ബസ് സ്ലോലി. അവർ എക്സൈറ്റഡ്, അവർ ഉണർത്തി, അവർ ബോധ്യപ്പെടുത്തി. ദ ബസ് സ്ലോലി, അപ്പോൾ എന്താണ്? ബസ് സാവധാനത്തിലാക്കി. മീൻ വൈൽ, അതേസമയം. ഈ പ്രായമായിട്ടുള്ള സ്ത്രീ അടക്കം ഇറങ്ങാനുണ്ടായതിനാൽ ബസ് വളരെ
കുറച്ച് സമയം വൈകി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മീൻ വൈൽ, അതേസമയം, ഒരു ഓട്ടോറിക്ഷ വാസ് ഹോങ്കിങ് ഫ്രം ബിഹൈൻഡ്. ഓട്ടോറിക്ഷ ഫ്രം ബിഹൈൻഡ് എന്നാൽ പിറകിൽ നിന്നും, ആ ബസ്സിൻ്റെ പിറകിൽ നിന്നും ഹോൺ മുഴക്കുകയായിരുന്നു. പക്ഷേ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ആ അവസരത്തിൽ, ദ ബസ് കുഡ് നോട്ട് മൂവ് ഫോർവേഡ് ഇമീഡിയറ്റ്ലി. ബസ് കുഡ് നോട്ട് മൂവ് എന്നാൽ ബസ്സിനെ നീക്കി മാറ്റാൻ സാധിച്ചില്ല. ഫോർവേഡ് മുന്നോട്ടേക്ക്, ഇമീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്. പ്രായമായ ഒരു സ്ത്രീ അടക്കം 2 സ്ത്രീകൾ ആ ബസ്സിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. ബട്ട് ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ആ സാഹചര്യത്തിൽ എന്താണ്, ദ ബസ് കുഡ് നോട്ട് മൂവ് ഫോർവേഡ് ഇമ്മീഡിയറ്റ്ലി. ഫോർവേഡ് എന്നാൽ മുമ്പോട്ടേക്ക്, ഇമീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്. ആ അവസരത്തിൽ പെട്ടെന്ന് ബസ്സിന് മുമ്പോട്ടേക്ക് നീങ്ങാൻ സാധിച്ചില്ല. കുഡ് നോട്ട് എന്നാൽ സാധിച്ചില്ല എന്നാണ് അർത്ഥം. ദ ഓട്ടോറിക്ഷ ഓവർടേക്ക് എന്നാൽ മറികടക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഓവർടുക്ക്. മറികടന്നു, ദ ബസ്സിനെ മറികടന്നു. ആൻഡ് ദെൻ പിന്നീട് ഡ്രൈവ് എന്നതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്, ഓടിച്ചു. ആ ഓട്ടോറിക്ഷ ഓടിച്ചു. ഇൻ സച്ച് എ വേ, അത്തരത്തിൽ, ആ ഒരു രൂപത്തിൽ. ആസ് ടു ഒബ്സ്ട്രക്ട് ദ ബസ്. ഒബ്സ്ട്രക്ട് എന്നാൽ അർത്ഥം വഴി മുടയ്ക്കുക, തടസ്സപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ആ ഓട്ടോറിക്ഷ ബസ്സിനെ മറികടന്നു, അതിനുശേഷം ആ ബസ്സിനെ തടസ്സപ്പെടുത്തുന്ന പോലെയാണ്, അത്തരത്തിലാണ് ഓട്ടോറിക്ഷ ഓടിച്ചത്. ദ ബസ് ഡ്രൈവർ ഹോൺ മുഴക്കി. അവൻ്റെ ഹോൺ, ബസ്സിൻ്റെ ഹോൺ ബസ് ഡ്രൈവർ മുഴക്കി. ആഫ്റ്റർ ശേഷം, അതിനെ തുടർന്ന്, ഇതൊക്കെയാണ് അർത്ഥം. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ഡിഡ് നോട്ട് ഗിവ് നൽകിയില്ല സ്പേസ് അകലം ഫോർ ഓവർടേക്കിംഗ് മറികടക്കാനുള്ള. ഓട്ടോറിക്ഷ ഡ്രൈവർ മറികടക്കാനുള്ള സ്ഥലം നൽകിയില്ല. അതിനെ തുടർന്ന് ബസ് ഡ്രൈവർ ഹോൺ മുഴക്കി. ആഫ്റ്റർ ദിസ്, ഇതിന് ശേഷം, ദ ഓട്ടോറിക്ഷ ഡ്രൈവർ ടുക്ക് ഔട്ട് എന്നാൽ പുറത്തെടുത്തു എന്നാണ് അർത്ഥം. ടേക്ക് ഔട്ട് എന്നാൽ പുറത്തെടുക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടുക്ക് ഔട്ട്, പുറത്തെടുത്തു. എ മെഷറ്റി, ഒരു വടിവാൾ. ആൻഡ് സ്വങ് ഇറ്റ്, എന്നിട്ട് അത് വീശി. ഓട്ടോറിക്ഷ ഡ്രൈവർ മറികടക്കാനുള്ള സ്ഥലം ബസ്സിന് നൽകിയില്ല. അതിനെ തുടർന്ന് ആ ബസ് ഡ്രൈവർ ഹോൺ മുഴക്കി. അതിനുശേഷം ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു വടിവാൾ പുറത്തെടുത്ത് വീശി. ഇത്, ഈ വീശൽ കണ്ടിന്യൂഡ് തുടർന്നു. ഫ്രം തേലക്കര ടു കൊളത്തൂർ എയർപോർട്ട് റോഡ് ജംഗ്ഷൻ. ഈ വീശൽ തേലക്കരയിൽ നിന്നും കൊളത്തൂർ എയർപോർട്ട് റോഡ് ജംഗ്ഷനിലേക്ക് എത്തുന്നതുവരെ തുടർന്നു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം, ദ ഓട്ടോറിക്ഷ ഡ്രൈവർ വെൻറ്റ് ടു ദി എയർപോർട്ട് റോഡ്. വെൻറ്റ് എന്നാൽ പോയി, എയർപോർട്ട് റോഡിലേക്ക് പോയി. ദ ബസ് കണ്ടിന്യൂഡ് ഇറ്റ്സ് ജേർണി. ബസ് അതിൻ്റെ യാത്ര തുടർന്നു. ആഫ്റ്റർ റീച്ചിങ് ദ എയ്ഡ് പോസ്റ്റ് ഇൻ കൊണ്ടോട്ടി എയ്ഡ് പോസ്റ്റിൽ ബസ് എത്തിയതിന് ശേഷം, ആൻഡ് കംപ്ലൈൻറ്റ് ടു ദ പോലീസ്, എന്നിട്ട് പോലീസിന് പരാതി നൽകുന്നു. ബസ് അതിൻ്റെ യാത്ര തുടരുന്നു. എന്നിട്ട് അത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അവിടെ എയ്ഡ് പോസ്റ്റിൽ പരാതി നൽകുന്നു. സെഡ് ദ ബസ് സ്റ്റാഫ്, ബസ്സിലെ ജോലിക്കാരൻ പറഞ്ഞു. ദ എംപ്ലോയീസ് ഗേവ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദ പോലീസ് ടുഡേ. ദ എംപ്ലോയീസ്, ജോലിക്കാർ, ഗേവ് നൽകി, എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് വിശദമായിട്ടുള്ള മൊഴി, ടു ദ പോലീസ് ടുഡേ പോലീസിന് നൽകി. ഇന്ന് വിശദമായിട്ടുള്ള മൊഴി ബസ്സിലെ ജോലിക്കാർ നൽകി. ദ പോലീസ് ഹാവ് രജിസ്റ്റേർഡ് എ കേസ് ആൻഡ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേഷൻ. ദ പോലീസ് ഹാവ് രജിസ്റ്റേർഡ്, പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു കേസ് ആൻഡ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് കേസ് രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു.